Hi friends, next time we discuss separation axioms. Okay, separation axioms 4 axioms ഉണ്ട്. T0 axiom, 5 axioms ഉണ്ട്. T0 axiom, T1 axiom, T2, T3 and T4 axioms. So first of all നമുക്ക് what is T0 axiom എന്ന് നോക്കാം. T0 axiom. T0 axiom. T0 axiom എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്പോസ് x എന്ന് പറഞ്ഞ സ്പേസ് എടുത്തു. ആ സ്പേസിൽ രണ്ട് പോയിന്റ്സ് എടുക്കുകയാണ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. അതിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒന്നിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എന്നാൽ മറ്റേതിനെ കണ്ടെയ്ൻ ചെയ്യാത്തതുമായിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റ് that exists u belongs to tau such that x belongs to u but y does not belongs to u. Y does not belongs to u. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നിനെ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റേതിനെ കണ്ടെയ്ൻ ചെയ്യാത്തതായിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് T0 ആക്സിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓൾ മെട്രിക് സ്പേസസ് ആർ T0. ഓൾ മെട്രിക് സ്പേസസ് ആർ T0. ഓക്കെ, നെക്സ്റ്റ് T1 ആക്സിയം. T1 ആക്സിയം T0 ആക്സിയം സെയിം ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് T0 ആയിട്ട് T1 ആവാത്ത കൗണ്ടർ എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, T1 ആക്സിയം പറയുന്നത് ഇതുപോലെ തന്നെയാണ്. എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ there exists a u belongs to tau such that x belongs to u but not y, as well as y belongs to u or v but not x. Okay, as well as y belongs to v but not x. v be another open set. Okay, അത് ഇവിടെ നമ്മൾ ആ കാര്യം പറയുന്നില്ല. അതായത് ഫസ്റ്റത്തേൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഓപ്പൺ സെറ്റ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഇവിടെ ഈച്ച് എലമെന്റ്സ് രണ്ട് എലമെന്റ്സ് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഈച്ച് അതർ. ഓക്കെ, സെപ്പറേറ്റ് ഈച്ച് അതർ. ഇവിടെ നമുക്ക് പറയുന്നത് ഓൾ മെട്രിക് സ്പേസസ് ആർ സെപ്പറബിൾ. ഓൾ മെട്രിക് സ്പേസസ് ആർ T1. ഓക്കെ, ഓൾ മെട്രിക് സ്പേസസ് ആർ T1. ഓക്കെ, ഇനി T1ന്റെ ഒന്ന് രണ്ട് റിസൾട്ടുകൾ നമുക്ക് പറയാം. T1 ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള T1ന്റെ ഇക്വാലന്റ് കണ്ടീഷൻസ് ഉണ്ട്. സോ എക്സ് ഇസ് T1, a space x is T1 or satisfy T1 axiom. x is T1 if ഒന്നാമത്തെ പറയുന്നത് ഇക്വാലൻസിയിൽ ഒന്നാമത്തത് പറയുന്നത് x is T1 and all singletons are closed. Singleton x are closed. Singleton sets ഒക്കെ എന്താണ്, ക്ലോസ്ഡ് ആണ്. ഓക്കെ, രണ്ടാമത്തത് all finite sets are closed. അത് രണ്ടാമത്തേന്നുണ്ടായത് തന്നെയാണ് all finite sets are closed. കാരണം ഫൈനൈറ്റ് സെറ്റ് എന്നുള്ളതിനെ നമുക്ക് സിംഗിൾട്ടൺസിന്റെ ഫൈനൈറ്റ് യൂണിയൻ ആയിട്ട് എഴുതാം. ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ഫൈനൈറ്റ് സെറ്റ്സ് എന്താണ്, ക്ലോസ്ഡ് ആണ്. സോ all finite sets are closed. മൂന്നാമത്തത് x എന്നുള്ളത് x ടോ ആണ്. x ടോ എന്നുള്ള ടോപ്പോളജി ആണ്. അവിടെ ടോ എന്നുള്ളതാണ് ടോപ്പോളജി. അത് T1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ tau is stronger than cofinite topology. Tau dash. Okay, cofinite topology x ലുള്ള cofinite ടോപ്പോളജിയെക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും T1 എന്ന് പറയുന്നത്. ഓക്കെ, T1 എന്ന് പറയുന്നത് ഓർ ടോ എന്ന് പറയുന്നത് അത് T1 സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, T1 സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ T1നേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും ടോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് T1 ഈസ് എ സബ്സെറ്റ് ഓഫ് ടോ. അത് നോക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് f belongs to T1 എടുക്കാം. ടോ ഡാഷ് എടുക്കാം. Then will implies that f complement is finite. അല്ലെ, f complement is finite. f complement finite ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, will implies that f complement is closed. അല്ലെ, closed with respect to tau. F complement is closed with respect to tau will implies that f is open. Okay, with respect to tau will implies that f belongs to tau. So നമുക്ക് എന്ത് പറയാം, tau is stronger than tau dash is a subset of tau എന്ന് കിട്ടും. So tau is stronger than tau dash. Okay,
സോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് T2 ആക്സിയം ആണ്. T2 ആക്സിയം ഒന്നുകൂടെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. കാരണം ഇവിടെ രണ്ട് പോയിന്റ്സിനെ, ഈക്വൽ അല്ലാത്ത രണ്ട് പോയിന്റ്സിനെ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ x not equal to y belongs to ax, there exists u, v belongs to tau such that u intersection v equal to phi and x belongs to u, y belongs to v. x belongs to u and y belongs to v. x നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് u ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കും, y നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് v ഉണ്ടായിരിക്കും. ആ രണ്ട് ഓപ്പൺ സെറ്റുകളും എന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കും. ഓക്കെ, രണ്ട് ഓപ്പൺ സെറ്റുകളും ഡിസ്ജോയിന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ആക്സിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത്തരത്തിലുള്ള സെറ്റുകളെയാണ് നമ്മൾ T2 സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, T2 സ്പേസ് അല്ലെങ്കിൽ ഹോസ്ഡോർ സ്പേസ് എന്നും പറയും. ഓക്കെ, ഹോസ്ഡോർ സ്പേസ് ഓർ ഹോസ്ഡോർ കണ്ടീഷൻ. ഓക്കെ, ഹോസ്ഡോർ കണ്ടീഷൻ. ഈ രീതിയിൽ നമ്മൾ ഇതിനെ പറയും. ഇനി നോക്കുക, ഇത് ഒരു ഇപ്പൊ T1 T0 അതൊക്കെ ഒരു ഹൈറാർക്കി ഓർഡറിലാണ് പോകുന്നത്. ഓക്കെ, അതായത് എല്ലാ T2 സ്പേസും ഇംപ്ലൈസ് T1 ആണ്, എല്ലാ T1 സ്പേസും T0 ആണ്. കോൺവേഴ്സ് ഒന്നും എന്താവുന്നില്ല, ട്രൂ ആവണമെന്നില്ല. ഓക്കെ, കോൺവേഴ്സ് ട്രൂ ആവില്ല. കാരണം കോൺവേഴ്സ് ട്രൂ ആയി കഴിഞ്ഞാൽ T0 ഉം T1 ഈക്വൽ ആയി. ഓക്കെ, സോ T1 ആയിട്ട് T2 അല്ലാത്തതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. കോഫൈനൈറ്റ് ടോപ്പോളജി. ഓക്കെ, കോഫൈനൈറ്റ് സ്പേസില് എന്താവില്ല, കോഫൈനൈറ്റ് സ്പേസ് ഒരിക്കലും T1 ആവാം, പക്ഷെ കോഫൈനൈറ്റ് T1 സ്പേസുകൾ എന്താവില്ല, T2 ആവില്ല. കോഫൈനൈറ്റ് T1 സ്പേസുകൾ T2 ആവില്ല. കാരണം ലെറ്റ് u intersection v equal to phi where u, v belongs to കോഫൈനൈറ്റ് ടോപ്പോളജി നമുക്ക് tau dash എന്ന് വിളിക്കാം. u, v belongs to tau dash എന്ന് വിളിക്കാം. അതിനർത്ഥം u intersection v equal to phi ആണെങ്കിൽ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് വേണമല്ലോ നമുക്ക്. സെപ്പറേറ്റ് T2 ആവണമെങ്കിൽ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകൾ വേണം, ഓപ്പൺ സെറ്റുകൾ വേണം. ഓക്കെ, അപ്പൊ u intersection v equal to phi ആണെങ്കിൽ u is a subset of x minus v. ഓക്കെ, u is a subset of x minus v ആയിരിക്കും. will implies that x minus v finite ആണ്. കാരണം tau dash എന്നുള്ളത് കോഫൈനൈറ്റ് ടോപ്പോളജി ആണ്. so x minus v is finite, so u is finite. ഒരു T1 സ്പേസിലെ എല്ലാ ഫൈനൈറ്റ് സെറ്റുകളും എന്തായിരിക്കും? ഒരു T1 സ്പേസിലെ എല്ലാ ഫൈനൈറ്റ് സെറ്റുകളും ക്ലോസ്ഡ് ആയിരിക്കും. u is closed. u closed ആണ്, u ഓപ്പൺ ആണ്. implies that u equal to phi. u equal to phi ആയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഒരു T1 സ്പേസില് രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായി പോവും? എംപ്റ്റി ആയി പോവും. ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായി പോവും? എംപ്റ്റി ആയി പോവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫോർ എക്സ് രണ്ട് എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു എലമെന്റ് ഓപ്പൺ സെറ്റ് ഉണ്ടാവില്ല, എംപ്റ്റി അല്ലേ. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, T1 സ്പേസുകളൊക്കെ T2 ആണെന്ന് പറയാൻ സാധിക്കില്ല. ബട്ട് T2 സ്പേസസ് ആർ ഓൾവേസ് T1. ഓക്കെ, T2 സ്പേസസ് എന്തായിരിക്കും? T1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് T2 സ്പേസുകൾ അല്ലെങ്കിൽ ഹോസ്ഡോർ സ്പേസുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റെഗുലർ സ്പേസ്. നെക്സ്റ്റ് T3 T4 ആണ് പറയുന്നത്. അതിനു മുൻപ് നമുക്ക് എന്ത് പറയാം? റെഗുലർ സ്പേസുകളെ കുറിച്ച് പറയാം. റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമുക്ക് ഒരു പോയിന്റ് തന്നു x, അത് മാത്രമല്ല എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സെറ്റ് തന്നു D. എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത such that D is closed and x does not belongs to D. അങ്ങനെയാണെങ്കിൽ suppose there exists u and v belongs to tau, there exists open sets u and v such that u intersection v equal to phi and x belongs to u and d is a subset of v. അതെന്ത് ചെയ്യാം? ഒരു ക്ലോസ്ഡ് സെറ്റിനെയും ആ ക്ലോസ്ഡ് സെറ്റിൽ ഇല്ലാത്ത ഒരു പോയിന്റിനെയും നമുക്ക് രണ്ട് ഓപ്പൺ സെറ്റ്, രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്പേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഗുലർ സ്പേസുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്പേസുകളാണ് റെഗുലർ സ്പേസുകൾ. അതായത് ഒരു ക്ലോസ്ഡ് സെറ്റിനെയും ആ ക്ലോസ്ഡ് സെറ്റിൽ ഇല്ലാത്ത ഒരു പോയിന്റിനെയും രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം.
ഓക്കെ, രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു ക്ലോസ്ഡ് സെറ്റിനെയും ആ ക്ലോസ്ഡ് സെറ്റിൽ ഇല്ലാത്ത ഒരു സ്പേസിനെയും ഇല്ലാത്തൊരു പോയിന്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരത്തിലുള്ള സ്പേസുകളാണ് റെഗുലർ സ്പേസുകൾ. റെഗുലർ T1 സ്പേസുകളായാണ് നമ്മള് റെഗുലർ പ്ലസ് T1 സ്പേസുകളാണ് നമ്മൾ T3 സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, റെഗുലർ പ്ലസ് T1 സ്പേസുകളാണ് നമ്മള് T3 സ്പേസുകൾ എന്ന് പറയുന്നത്. ഇവിടെ എക്സ് എന്ന് എടുത്തു അല്ലെ, എക്സിന് പകരം ഞാനൊരു സി എടുത്തു. സിയും ക്ലോസ്ഡ്, സി ഇസ് ക്ലോസ്ഡ് വിത്ത് സി ഇന്റർസെക്ഷൻ ഡി ഫൈ ആണ്. അത് രണ്ട് നോൺ എംപ്റ്റി ആയിട്ടുള്ള ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സെറ്റുകളെ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സി സബ്സെറ്റ് ഓഫ് യു. അങ്ങനെയാണെങ്കിൽ അത്തരം സ്പേസുകളെ നമ്മൾ പറയുന്ന പേരാണ് നോർമൽ സ്പേസ്. ഓക്കെ, നോർമൽ സ്പേസ്. അത് നേരത്തെ നമ്മൾ റെഗുലറിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് സെറ്റിനെയും അതിലില്ലാത്ത ഒരു പോയിന്റിനെയും. നോർമൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സെറ്റ് അതിന്റെ പുറത്തുള്ള മറ്റൊരു ക്ലോസ്ഡ് സെറ്റ്, അതായത് എംപ്റ്റി ഇന്റർസെക്ഷൻ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് ക്ലോസ്ഡ് സെറ്റുകളെ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് ഓപ്പൺ സെറ്റുകൾ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. അത്തരത്തിലുള്ള സ്പേസുകളെ നമ്മൾ എന്ത് പറയും? നോർമൽ സ്പേസ് എന്ന് പറയും. നോർമൽ പ്ലസ് T1നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? T4. നോർമൽ പ്ലസ് T1നെ നമ്മള് T4 സ്പേസ് എന്ന് പറയും. ഓക്കെ, T4 സ്പേസ് എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എല്ലാ മെട്രിക് സ്പേസുകളും T4 ആണ് കേട്ടോ. എല്ലാ മെട്രിക് സ്പേസുകളും T4 ആണ്. സോ എല്ലാ മെട്രിക് സ്പേസുകളും T3 ആണ്, T2 ആണ്, T1 ആണ്, T0 ആണ്. അതായത് ഒരു ഹൈറാർക്കി ഓർഡറിലാണ് പോകുന്നത്. T4 ഇംപ്ലൈസ് T3 ഇംപ്ലൈസ് T2 ഇംപ്ലൈസ് T1 ഇംപ്ലൈസ് T0. ഓക്കെ, അപ്പൊ ഇതിനുള്ള ഒന്ന് രണ്ട് റിസൾട്ടുകളാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ റിസൾട്ട്, കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് എ ഹോസ്ഡോർ സ്പേസ് ഈസ് ക്ലോസ്ഡ്. ഒരു ഹോസ്ഡോർ സ്പേസിന്റെ കോമ്പാക്ട് സെറ്റ് എപ്പോഴും എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. കോമ്പാക്ട് സബ്സെറ്റ്. ഓക്കെ, ഒരു ഹോസ്ഡോർ സ്പേസിന്റെ കോമ്പാക്ട് സബ്സെറ്റ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. തിരിച്ച് ശരിയാവണമെന്നില്ല കേട്ടോ. ഒരു ഹോസ്ഡോർ സ്പേസിന്റെ ക്ലോസ്ഡ് സബ്സെറ്റ് ഒക്കെ കോമ്പാക്ട് ആണെന്നില്ല. കാരണം R എന്നുള്ളത് ഹോസ്ഡോർഫ് ആണ്. ആറുള്ള ഏത് രണ്ട് പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഓപ്പൺ സെറ്റ് വെച്ചിട്ട് രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ആറിലുള്ള ഒരു ക്ലോസ്ഡ് സെറ്റ് ആണ് നമുക്ക് 0 ഇൻഫിനിറ്റി. ദിസ് ഇസ് നോട്ട് കോമ്പാക്ട്. ക്ലോസ്ഡ് ആണ് പക്ഷെ കോമ്പാക്ട് അല്ല. അപ്പൊ കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല. ഡയറക്റ്റ് പാർട്ടേ ഉള്ളൂ. കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് എ ഹോസ്ഡോർ സ്പേസ് ഈസ് ക്ലോസ്ഡ്. കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് എ ഹോസ്ഡോർ സ്പേസ് ഈസ് ക്ലോസ്ഡ്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഉണ്ട്, കോമ്പാക്ട് പ്ലസ് ഹോസ്ഡോർഫ്. കോമ്പാക്റ്റും ആണ്, സ്പേസ് കോമ്പാക്റ്റും ആണ്, ഹോസ്ഡോർഫും ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? T4 ആയിരിക്കും. കോമ്പാക്റ്റും ആണ് ഹോസ്ഡോർഫും ആണ് എങ്കിൽ അതെന്തായിരിക്കും? T4 ആയിരിക്കും. അതായത് T2 എന്നുള്ളതാണ് ഹോസ്ഡോർഫ് അല്ലെ. ഒരു സ്പേസ് T2 ആണെന്ന് വിചാരിച്ചത് T4 ആവണമെന്നില്ല. ഒരു സ്പേസ് T2 ആണെന്ന് വിചാരിച്ചത് T4 ആവണമെന്നില്ല. പക്ഷെ അതിന്റെ കൂടെ കോമ്പാക്ട്നെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? T4 ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് T2 എന്നുള്ളത് T3 ആവണമെന്നില്ല. T2ന്റെ കൂടെ കോമ്പാക്ട്നെസ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായിരിക്കും? T4 ആയിരിക്കും. ഓക്കെ, T2ന്റെ കൂടെ കോമ്പാക്ട്നെസ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായിരിക്കും? T4 ആയിട്ട് മാറും. അപ്പൊ ഈ രണ്ട് റിസൾട്ടുകളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് എ ഹോസ്ഡോർ സ്പേസ് ഈസ് ക്ലോസ്ഡ് ആൻഡ് കോമ്പാക്ട് പ്ലസ് ഹോസ്ഡോർ സ്പേസ് T4 ഇംപ്ലൈസ് T3 ആയിരിക്കും. ഓക്കെ, ഇംപ്ലൈസ് T3. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെപ്പറേഷൻ ആക്സിയംസിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോട് കൂടിയിട്ട് ടോപ്പോളജിയുടെ ലെസൺസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഇവിടെ തീരാണ്. ജനറൽ ടോപ്പോളജിയുടെ ടോപ്പിക്സ് ഇവിടെ തീരാണ്. താങ്ക് യു.